അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആട് 3 കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയ്ക്ക് പറയാൻ പോകുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ കയറി ഇറങ്ങുന്നിടം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വൈബ്, FDFS ഫുള്ള് പിള്ളേർ, ക്രൗഡ്, അങ്ങനത്തെ സെറ്റപ്പിൻ്റെ അകത്തിരുന്ന് ഈ പടം കണ്ടു. പീക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രോയ്ക്കും BGMത്തിനും അങ്ങനെയുള്ള ഡയലോഗ്സിനും റെഫറൻസുകൾക്കും എല്ലാത്തിനും തിയേറ്ററിൽ ലിറ്ററലി ഇളകി മറിഞ്ഞൊരു കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വർഷത്തെ സോഫാർ എന്ന് പറയുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ ടോപ്പ് നിൽക്കുന്നത് ആട് തന്നെയാണ്. അമ്മാതിരി എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇന്നത്തെ ഇതിന് കിട്ടിയത്. നമുക്കറിയാം, നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു BGM ഉണ്ട്. അതിൻ്റെ അകത്ത് ഓരോ BGMവും എന്താ പറയുന്നത്, അവരെ എല്ലാം കാണിക്കുമ്പോഴത്തേന് തന്നെ സ്വാഭാവികമായിട്ടും തിയേറ്റർ അങ്ങ് ഇളകി മറിയുകയാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും കിടിലൻ ഇൻട്രോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സാത്താ സേവിയറിൻ്റെ ഇൻട്രോ ആണ്. സാത്താ സേവിയറിൻ്റെ ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ നിന്ന് കത്തി, അതിൻ്റെ അകത്തും തീയാണ് കാണിക്കുന്നത്, പക്ഷേ തിയേറ്റർ നിന്ന് കത്തുന്നൊരു സാധനമായിരുന്നു. പിന്നെ ഡ്യൂഡിൻ്റെ സെക്കൻഡ് ഇൻട്രോ ഒക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിയെ ചുമല കോട്ടൊക്കെ ഇട്ട് വരുമ്പോൾ തൊട്ട് തിയേറ്റർ കയ്യടിയായിരുന്നു. പിന്നെ ആടിൻ്റെ ജേണർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്, ഈ പടം പോകുന്നത് പല ടൈം ലൈനിലൂടെയാണ് ഈ പടം പോകുന്നത്. ഇതിൻ്റെ അകത്തെ പാസ്റ്റ് പോർഷൻ വരുമ്പോഴത്തേന് ആൾക്കാർക്ക് ചെറിയൊരു കല്ലുകടിയായിട്ട് തോന്നും. കാരണം ഇതിൻ്റെ പ്രസൻറ്റ് പോർഷൻ അമ്മാതിരി ഹൈ ലെവലിൽ ഇങ്ങനെ പീക്കിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേന് പാസ്റ്റ് പോർഷൻ വരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ഡൗൺ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ആ ഒരു പോർഷനിലെ കോമഡികളൊക്കെ കുറച്ചൊന്ന് പാളി പോകുന്നുണ്ട്. പ്രസൻറ്റ് പോർഷനിൽ ഇങ്ങനെ ഹൈ ലെവലിൽ നിൽക്കുമ്പോഴത്തേന് നമുക്ക് പാസ്റ്റ് പോർഷൻ സ്വാഭാവികമായിട്ടും ഒരു ഡൗൺ ആയിട്ട് തോന്നും. പിന്നെ ഇതിൻ്റെ അകത്തെ പാസ്റ്റ് പോർഷൻ കണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത പാർട്ടിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ബേസ് ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ അകത്തെ പാസ്റ്റ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും മേക്കിംഗ് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം ആട് ഫസ്റ്റും സെക്കൻഡും വെച്ച് നോക്കുമ്പോഴത്തേന് ഭയങ്കര രീതിയിൽ ഇതിൻ്റെ അകത്ത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം സ്കെയിൽ വലുതാണ്. കാരണം പഴയ കാലഘട്ടം കാണിക്കണം, അതെല്ലാം ഒരുമാതിരി തട്ടിക്കൂട്ട് സെറ്റപ്പിലെല്ലാം കാണിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പെർഫോമൻസിലേക്ക് വന്നു കഴിയുവാണെങ്കിലും ഇതിൻ്റെ അകത്തും ജയസൂര്യ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. പിന്നെ വിനായകൻ, അങ്ങനെ എല്ലാവരും തന്നെ ഇതിൻ്റെ അകത്ത്. ഈ പടത്തിലൊന്നും ആരെയും നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ മോശമായിട്ടൊന്നുമില്ല. ഫുക്രുവിന് പിന്നെ അധികം റോളൊന്നുമില്ല. പുള്ളിക്കുള്ള 1-2 കൗണ്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് നിൽക്കും, എല്ലാവരുടെയും കൂടെ അങ്ങ് നിൽക്കും. ആ ഒരു റോൾ മാത്രമേ പുള്ളിക്കുള്ളൂ. പിന്നെ ഷമീറിൻ്റെ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം കൊള്ളാതെ കുറച്ച് തഗ് സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പുള്ളിക്കുമല്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് വരുന്നത് 1 hour 15 minutes, സെക്കൻഡ് ഹാഫ് 1 hour വരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഇച്ചിരി ഒരു ലാഗ് നമുക്ക് തോന്നും. കാരണം 1 hour 15 minutes ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കൂടുതലും പാസ്റ്റ് പോർഷൻ വരുന്നത് ഫസ്റ്റ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ അത്രയ്ക്കങ്ങ് വരുന്നുമില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ തുടങ്ങി തീർന്ന് നമ്മൾ അറിയത്തില്ല. തുടങ്ങുന്നതും തീർന്നതും നമ്മളങ്ങനെ എൻജോയ് ചെയ്തിരിക്കുമ്പോഴത്തേന് എന്താ പറയുന്നത്, ഇത് ക്രെഡിറ്റ് എഴുതി കാണിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആ സമയത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ലായിരുന്നു. എല്ലാവരും എന്തോ മറ്റേ എന്താ പറയുക, ടൈലൻറ്റ് വരും എന്നും പറഞ്ഞുകൊണ്ട് സ്ക്രീൻ ബ്ലാങ്ക് ആകുന്നിടം വരെ എല്ലാവരും തിയേറ്ററിൽ ഇരുന്നൊരു സംഭവമാണ് ഇന്ന് ഈ പടത്തിന് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, മിഥുൻ മാനുവൽ ചെയ്ത് ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇൻഡസ്ട്രിയിൽ നിന്നോ മറ്റു ഇൻഡസ്ട്രിയിൽ നിന്നോ ഒന്നും വലിയൊരു സ്റ്റാറിനെ വിളിച്ച് ഇതിൻ്റെ അകത്തോട്ട് തിരികെ കയറ്റാൻ നോക്കിയിട്ടില്ല. ഉള്ളവരെ എല്ലാം വെച്ച് തന്നെ നീറ്റായിട്ട് സംഭവം ഇതിൻ്റെ അകത്ത് മേക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്കൊരു നല്ലൊരു തിയേറ്റർ നിങ്ങളുടെ അടുത്തുണ്ട്, ഫുൾ ക്രൗഡുള്ളൊരു തിയേറ്റർ, അതിൻ്റെ അകത്ത് ഹൗസ് ഹോൾഡ് ഓഡിയൻസും ഉണ്ട്. ഒന്നും നോക്കണ്ട, ടിക്കറ്റ് എടുത്തോ, വീക്കെൻഡൊക്കെ അല്ലേ, അടിച്ച് പൊളിക്കുക, അത്രയേ ഉള്ളൂ.